ഹായ് കൂട്ടുകാരെ, പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെയും രേവതിയുടെയും കള്ളത്തരങ്ങൾ പിടികൂടുന്ന ദേവയാനി അവർക്ക് വേണ്ട തക്കതായ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് മുന്നേറുന്ന പുതിയൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ദേവയാനി നയനിയോടും ആദർശിനോടും പറയുന്നുണ്ട്. എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ നയനിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ തന്നെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പഴയ നേരത്തെ പോലെ തന്നെ രീതിയിലാണ് ഇനി മുമ്പോട്ട് പോവുക. നിങ്ങളെ ഞാൻ അംഗീകരിക്കുന്നത്, എൻ്റെ മോളെ ഞാൻ അംഗീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതിനൊക്കെ കാരണക്കാരായ അനാമികയ്ക്ക് തക്കതായ ശിക്ഷ കൊടുത്തിട്ട് മാത്രമേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ മോളെ അംഗീകരിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പഴയ പോയ രീതിയിൽ തന്നെ വേണം മുമ്പോട്ട് പോകാൻ. അനാമികയുടെ കൂടെ തന്നെ നിന്ന് ഞാൻ മോളെ വെറുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ മുമ്പോട്ട് പോവുക എന്നൊക്കെ നയനയോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ദേവയാനി കൂട്ടിക്കൊണ്ട് വരുന്നത് തന്നെ. അങ്ങനെ രാവിലെ തന്നെ നയന ഡ്രസ്റ്റൊക്കെ മാറ്റി വെച്ച് അടുക്കളയിലേക്കൊക്കെ കയറാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് വെറുതെ ഇരിക്കാനൊന്നും അറിയില്ല. പണിയൊക്കെ ചെയ്തുകൊണ്ട് ദിവസവും മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അങ്ങനെ ഇതേ സമയം തന്നെ അനാമികയും രേവതിയും കൂടി കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വൃത്തിയായി കിടക്കുന്ന കിച്ചണ് മാറി നിന്ന് പാത്രങ്ങളൊക്കെ മൊത്തം നിരത്തി വാരി കീറുകയാണ്. അവൾക്ക് ഇച്ചിരി അവശത കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ അവൾ അങ്ങനെ റെസ്റ്റ് എടുക്കണ്ട, അവൾക്ക് നല്ല പണി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അനാമികയും രേവതിയും കൂടി വൃത്തിയായി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ പോലും ഇച്ചിരി പുരട്ടി സിങ്കിലേക്ക് ഇടുന്നതൊക്കെ മാറി നിന്ന് ദേവയാനി കാണുന്നുണ്ട് കേട്ടോ. ആഹാ, ഇവരെ എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്ന് ഇവരെ വാച്ച് ചെയ്യുകയാണ് ദേവയാനി. ഇതേ സമയം നയന അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് മൊത്തം വൃത്തികേടായി കിടക്കുന്ന കിച്ചണാണ് കേട്ടോ. ഈശ്വര, ഞാൻ എന്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പോയ കിച്ചണാണിത്. ഇതെങ്ങനെ ഇത്രയും മോശമായി? ഞാൻ അതിന് ഇതുവരെ പിന്നീട് ഇവിടെ ആരും ഒന്നും പാചകം ചെയ്തുമില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നയന നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമികയും രേവതിയും കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അവരവർ കഴിച്ച പാത്രങ്ങൾ അവരവർക്ക് കഴുകി വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിനല്ലേ നീ ഇവിടെയുള്ളത്, നീ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ, അങ്ങനെയല്ലേ വല്യമ്മയും പറഞ്ഞിട്ടുള്ളത്, ഈ വീട്ടിലെ എല്ലാവരും നിന്നെ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്, നിനക്ക് അത്രയ്ക്കുള്ള സ്ഥാനമേ ഈ വീട്ടിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ നയനയെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്നിട്ട് നയന പാത്രം കഴുകാനായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. എടി, എന്താണ് നീ ചെയ്യുന്നത്? അപ്പോൾ അനാമികയും രേവതിയും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് വരുന്നതെന്ന് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ നയന. അപ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മേ ഈ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് അതിന് ഈ വീട്ടിൽ വേറെ ആരുമില്ലേ, നീ ആ പാത്രങ്ങളിലൊന്നും തൊടണ്ട, നീ കിച്ചണിലേക്ക് കയറുകയും വേണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതിന് ഇവിടെ ആരുമില്ല. മീനാക്ഷി ഇല്ലേ ഇവിടെ? ഇല്ല, മീനാക്ഷി വീട്ടിൽ പോയിരിക്കുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ ഈ വീട്ടിലെ പാത്രങ്ങളിലൊന്നും തൊടുകയും വേണ്ട, എനിക്കത് ഇഷ്ടവും ഇല്ല, നീ ഉണ്ടാക്കുന്ന ഭക്ഷണവും ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അപ്പോൾ അനാമികയും രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഈ വല്യമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ ഇവർ ഈ പറയുന്നത്? ഇവള് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ, പിന്നെ ആരാ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ അനാമിക മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി, ഇവിടെ ആരാ പിന്നെ വേറെ പാത്രം കഴുകുക എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ ദേവനി, അനാമിക മോളെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുമോ? വല്യമ്മയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ മൂലം നിന്ന് പാത്രം കഴുകാൻ വയ്യാത്തത് കൊണ്ടാണ്. അയ്യോ, അതിനെന്താ വല്യമ്മേ, ഞാൻ കഴുകി വെക്കാമല്ലോ, എനിക്ക് എൻ്റെ വല്യമ്മയെന്ന് വെച്ചാൽ ജീവനാ, എൻ്റെ വല്യമ്മയുടെ വാക്കുകൾ എനിക്ക് അതിലേറെ പ്രാധാന്യമാണ് എന്നൊക്കെ ഇങ്ങനെ കിടന്ന് ഉരുളുന്നുണ്ട് കേട്ടോ അനാമിക. അങ്ങനെ ദേവയാനി അങ്ങനെ
പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് നയന് കയറി പോകുന്നുണ്ട് കേട്ടോ. ഉള്ളിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നവ്യ അവിടേക്ക് വരുന്നുണ്ട്. നവ്യ ചോദിക്കുന്നത് എന്താണ് നീ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്കൊരു സൂത്രം കാണണോ എന്ന് വിളിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ മാറി നിന്ന് കിച്ചണിലേക്ക് നോക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അപ്പോൾ അനാമിക മോളെ എനിക്ക് ഉച്ചയ്ക്കത്തേക്കിനുള്ള ഭക്ഷണവും കൂടി മോൾ ഉണ്ടാക്കുമോ? എനിക്ക് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും വേണ്ട, മോൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ? അതിനെന്താ വല്യമ്മേ, ഞാൻ ഉണ്ടാക്കാം, അമ്മയും ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളിച്ച ചിരിയോടുകൂടി അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ശരി മോളെ, വല്യമ്മ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന ദേവയാനി മാറി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയും രേവതിയും കൂടി പെറുപെറുക്കുന്നുണ്ട്. നമ്മൾ വെച്ച പണി, അവക്ക് വെച്ച പണി നമുക്ക് തന്നെ വന്ന് വിട്ടല്ലോ, ഇനി അവര് നമുക്കിട്ട് അറിഞ്ഞുകൊണ്ടെങ്ങാനും പണി തന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല മോളെ, അത്രയ്ക്ക് വെറുപ്പാണ് നയനയോട് അവർക്ക്, അതല്ലേ നമുക്കും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ പാത്രം കഴിയാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ചെന്നിട്ട് നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മോളെ ഇതൊക്കെ ഞാൻ അറിയാതെ പോയല്ലോ, എൻ്റെ മോൾ ഇനി ഈ പാത്രം കഴുകുന്ന പോയിട്ട് ഈ വീട്ടിലെ ഒരു ചൂലെടുത്ത് പെരയെ പോലും തൂക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല, ഞാൻ എൻ്റെ മോളെ അത്രയ്ക്കും ദ്രോഹിച്ചിരുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, വല്യമ്മ ഇത്രയ്ക്ക് സൂപ്പറായിരുന്നോ, അടിപൊളിയായിട്ടുണ്ട് വല്യമ്മയുടെ അഭിനയങ്ങളൊക്കെ, എന്തായാലും എൻ്റെ അനിയത്തിയോട് ചെയ്തതിന് പകരമായി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്താ ചേച്ചി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതൊക്കെ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സാരമില്ല മോളെ, ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടതാ, ഞാൻ ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായി ഇതെല്ലാം കേട്ടാലേ എനിക്കും ശിക്ഷ കുറയൂ, ഇതൊക്കെ പകരമായി എനിക്ക് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വേണം, എൻ്റെ മോളോട് ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വേണം എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മോളെ ഞാൻ അംഗീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവയാനി പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അമ്മയും മോളും കൂടി അവിടെ നല്ല പാത്രം കഴുകൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അവർക്കുള്ള മുട്ടം പണികളും നമുക്ക് കാണാം. അപ്പോൾ അതുവരെയും ബൈ.